ഇന്ത്യൻ വോയിസ് ന്യൂസ് അവറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കാലിക വാർത്തകളുടെ സമഗ്ര വിശകലനവുമായി ഞാൻ സുനിൽ പെരുത്തുംപാറ. ഫുട്ബോൾ പ്രേമികളിൽ ആവേശമുയർത്തി മാസങ്ങളായി ലോകം മുഴുവൻ കാത്തിരുന്ന ആ മഹാനിമിഷം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഗ്ലാസുകളിൽ നിന്ന് മൈതാനങ്ങളിലേക്ക്, മൈതാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പടർന്ന ആവേശത്തിന്റെ അവസാന അംഗം നാളെയാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം. യൂറോപ്പിന്റെ വീര്യം പേർന്ന സ്പെയിനും ലാറ്റിൻ അമേരിക്കയുടെ ആവേശമായ അർജന്റീനയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ കാലുകളിൽ വിശ്വകിരീടത്തിന്റെ തിളക്കം നിറയുമോ, അതോ യുവതാരം ലെമിൻ യമാലിന്റെ നേതൃത്വത്തിൽ സ്പെയിൻ ലോകകപ്പ് ഫുട്ബോളിൽ പുതിയൊരു ചരിത്രം കുറിക്കുമോ? ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് കാണികൾക്ക് മുൻപിൽ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലോകകപ്പിന്റെ ആവേശത്തിനിടയിലും ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് ഫുട്ബോൾ ലോകത്തെ പല പ്രമുഖരും നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരുന്നു. ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ക്വാർട്ടർ ഫൈനലിൽ ടീം പുറത്തായതോടെ ടൂർണമെന്റിൽ നിന്നും വിടവാങ്ങി. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്റെ അവസാന ലോകകപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ള താരങ്ങളും നോക്കൌട്ട് ഘട്ടങ്ങളിൽ ടീം പുറത്തായതോടെ ടൂർണമെന്റിൽ നിന്നും പൂർണ്ണമായും പുറത്തായിരുന്നു. ഇവരുടെയെല്ലാം അഭാവം ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. എങ്കിലും മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനയും ലെമിൻ യമാലിന്റെ സ്പെയിനും തമ്മിലുള്ള ഈ ഫൈനൽ പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ മികച്ചൊരു മത്സരമായി മാറുമെന്നാണ് കരുതുന്നത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 3 മണിക്ക് കിക്ക് ഓഫ് നടക്കുമ്പോൾ ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഈ ഫുട്ബോൾ മാമാങ്കത്തിന് തിരശീല ഉയരുന്നത്. ചരിത്രം ആരെഴുതും എന്നറിയാൻ ലോകം കാത്തിരിക്കുന്നു. അയൽ രാജ്യമായ ചൈനയുടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ശേഷിയും പ്രത്യേകിച്ച് അവരുടെ കൈവശമുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ യുദ്ധവിമാനങ്ങളുടെ എണ്ണക്കൂടുതലും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചയാവുകയാണ്. സ്റ്റെൽത്ത് ഫൈറ്റർ എന്നത് റഡാറുകളിൽ പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിവുള്ളവയാണ്. ഈ വിമാനങ്ങളുടെ പ്രത്യേക രൂപകൽപ്പനയും റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേകതരം കോട്ടിങ്ങുകളും ഇവയെ ശത്രുക്കളുടെ റഡാറിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് രഹസ്യമായി കടന്നുകയറി ആക്രമണം നടത്താൻ ഈ വിമാനങ്ങൾക്ക് നിസ്സാരമായി സാധിക്കും. ഈ വിമാനങ്ങൾ അതിനുള്ളിലെ ആയുധങ്ങൾ പുറം ലോകമറിയാതെ വിമാനത്തിനുള്ളിലെ പ്രത്യേക അറകളിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രു സൈന്യത്തിന്റെ റഡാർ തരംഗങ്ങൾ വിമാനത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന്റെ അളവ് വളരെയേറെ കുറയ്ക്കുകയും റഡാർ സ്ക്രീനിൽ ഒരു പക്ഷിയുടെ വലിപ്പത്തിലുള്ള ചെറിയ ഒരു ബിന്ദു മാത്രമായി വിമാനത്തെ കാണിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ പക്കൽ ഇത്തരം അത്യാധുനിക വിമാനങ്ങൾ കൂടുതലുള്ളത് ഇന്ത്യക്ക് ഒരു ഭീഷണിയാണോ, അതോ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെ നേരിടാൻ സജ്ജമാണോ? ചൈന തങ്ങളുടെ വ്യോമസേനയിൽ J-20 പോലുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഡാറുകളിൽ പെടാത്ത സാങ്കേതിക വിദ്യയും ദീർഘദൂര ആക്രമണ ശേഷിയും ഈ വിമാനങ്ങളെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ആയുധങ്ങളുടെ എണ്ണത്തിൽ ചൈന ഇന്ത്യയേക്കാൾ മുന്നിലാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വെറും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം യുദ്ധത്തിന്റെ ഫലം കണക്കാക്കാൻ കഴിയില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ എണ്ണം കൂടിയ സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ ഇന്ത്യ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിൽ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യവും തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങളും ഭാവിയിൽ വരാനിരിക്കുന്ന അത്യാധുനിക പ്ലാറ്റ്ഫോമുകളും ചൈനയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. കൂടാതെ ലോകോത്തര നിലവാരമുള്ള നമ്മുടെ പൈലറ്റുമാരുടെ പരിശീലനവും S-400 പോലുള്ള പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ കരുത്താണ് നൽകുന്നത്. ചൈനയുടെ ആയുധങ്ങൾക്ക് എണ്ണം കൂടുതലാണെന്നതുകൊണ്ട് മാത്രം ഇന്ത്യ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആഗോളതലത്തിൽ തന്ത്രപരമായ സഖ്യങ്ങളും അതിർത്തിയിലെ മുൻകരുതലുകളും ഇന്ത്യ കൃത്യമായി പാലിക്കുന്നു. ഏത് വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണ് എന്ന് തന്നെയാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആയുധങ്ങളുടെ എണ്ണത്തെക്കാൾ ഉപരിയായി തന്ത്രപരമായ മികവാണ് ആധുനിക യുദ്ധങ്ങളിൽ വിജയം കൈവരിക്കുന്നതിൽ തീരുമാനിക്കുന്നതിൽ ഒരു കാര്യം. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളികൾ. എന്നാൽ ഓണസദ്യയ്ക്ക് മുന്നോടിയായി വിപണിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വീട്ടമ്മമാരെയും പൊതുജനങ്ങളെയും ആശങ്കയിലാക്കുന്നു.
എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിലേക്ക് തമിഴ്നാട്ടിലെ പ്രധാന മാർക്കറ്റുകളിൽ നിന്ന് പച്ചക്കറി എത്തിക്കുന്ന കർഷകരുടെ മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ പച്ചക്കറി വില കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രധാന വിപണികളിൽ പച്ചക്കറി വിളവെടുപ്പ് ഗണ്യമായി കുറഞ്ഞതായാണ് കർഷകർ വ്യക്തമാക്കുന്നത്. കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും കാരണം തക്കാളി, സവാള, പച്ചമുളക് തുടങ്ങിയവയുടെ ഉൽപ്പന്നം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിൽ ഇപ്പോൾ തന്നെ പച്ചക്കറികളുടെ വരവ് വളരെ കുറഞ്ഞു കഴിഞ്ഞു. ഇത് കേരളത്തിലെ വിപണികളിൽ നേരിട്ട് പ്രതിഫലിക്കുമെന്നും ഓണക്കാലത്ത് സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധം വിലവർധന ഉണ്ടായേക്കുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിലെ പച്ചക്കറി ലഭ്യതയുടെ സിംഹഭാവവും ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയാണ്. ഓണക്കാലത്ത് ഡിമാൻഡ് കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണവും കൂടി ചേരുമ്പോൾ വിപണിയിൽ വില നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ മാതൃകയിൽ ഹോർട്ടികോർപ്പിലൂടെയും സപ്ലൈകോ വഴിയും തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ഓണം ഫെയറുകൾ കൂടുതൽ വിപുലീകരിച്ച് സാധാരണക്കാർക്ക് ന്യായവിലയ്ക്ക് പച്ചക്കറി ലഭ്യമാക്കാൻ സംവിധാനമൊരുക്കണം. ഓണം പ്രമാണിച്ചുണ്ടാകാൻ പോകുന്ന ഈ വിലക്കയറ്റത്തെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ പ്രധാന പ്രതി ഡോക്ടർ റാം അറസ്റ്റിലായി എന്ന തരത്തിലുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളുമാണ് വാട്സപ്പിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ വാർത്തയ്ക്ക് യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെയില്ല. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഉന്നത കോടതികൾ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. എങ്കിലും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. നിലവിൽ കേസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണുള്ളത്. സത്യസന്ധമായ വാർത്തകൾ തിരിച്ചറിയാൻ പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന സ്ഥിരീകരിക്കാത്തതും തെറ്റിദ്ധാരണാജനകവുമായ വാർത്തകൾ കണ്ണുമടച്ച് വിശ്വസിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. പകരം ഇത്തരം കേസുകളിൽ ഔദ്യോഗിക പോലീസ് റിപ്പോർട്ടുകളെയും അംഗീകൃത വാർത്താ ഏജൻസികളെയും മാത്രം ആശ്രയിക്കുക. കേസിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ മുഖ്യധാരാ മാധ്യമങ്ങളെ മാത്രം പിന്തുടരുക. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നീതിക്കായുള്ള പോരാട്ടത്തെ വഴിതെറ്റിക്കാൻ ചില ഗൂഢ സിദ്ധാന്തക്കാരുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിരിക്കാം. ഇന്ത്യൻ ദലിത് ഫെഡറേഷന്റെ എറണാകുളം മോറക്കാല ശാഖയുടെ വാർഷിക സമ്മേളനം നടത്തി. യോഗത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വാർഷിക സമ്മേളനം IDF സംസ്ഥാന പ്രസിഡന്റ് P. ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓമന തങ്കപ്പൻ, ജില്ലാ പ്രസിഡന്റ് TK സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി OK സുധാകരൻ, രാജീവ് പെരുമ്പാവൂർ, KPMS ശാഖാ പ്രസിഡന്റ് MK സുഭാഷ്, വാർഡ് മെമ്പർ മഞ്ജു ശിവൻ, KT അച്യുതൻ, CA ശിവൻ, PK ശിവൻ, അജേഷ് ശിവൻ, ദീപു PV എന്നിവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദലിത് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് PK ഗീതാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി. നീതി നിഷേധിക്കപ്പെട്ടവരുടെ നീതിക്കായി നടത്തിയ ഹർത്താൽ സമരത്തിൽ കേരളത്തിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, ആദിവാസി ജനവിഭാഗങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള മുഴുവൻ കേസുകളും ഉപാധികളില്ലാതെ സർക്കാർ പിൻവലിക്കണമെന്ന് കേരള ദളിത് സേന സംസ്ഥാന അധ്യക്ഷൻ KL ജോസ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ഈ വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദളിത് സേനയുടെ സംസ്ഥാന അധ്യക്ഷനും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ സമിതി അംഗവും കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ജോസാണ്, ദലിത് സേനയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ. അതേപോലെ തന്നെ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ സംസ്ഥാന സമിതി ഭാരവാഹിയാണ്. ലൈവ് വരാൻ കാരണം പ്രബുദ്ധ കേരളത്തിന് അപമാനം വരുത്തിക്കൊണ്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിതിൻ രാജിന്റെ നീതിക്കായി ദലിത് സേന അടക്കം ഉദ്ദേശം 58ഓളം സംഘടനകൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഏപ്രിൽ 28-ന് കേരള ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. തികച്ചും സമാധാനപരമായി നടത്താൻ സംസ്ഥാന സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ
ഇവിടുത്തെ അടിസ്ഥാന ജനത, ദളിത് വിഭാഗം, ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നതുകൊണ്ടുള്ള രോക്ഷവും പ്രതിഷേധവും മാനസിക സംഘർഷവും മുതൽ അതിൽ ഹർത്താലിന് എല്ലാവരും പങ്കെടുക്കുകയുണ്ടായി. തികച്ചും സമാധാനപരമായി നടത്തിയിരുന്ന ഈ ഹർത്താൽ ജനഹിതത്തിന് എതിരെ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പോലീസ് അധികാരികളും ചില മാധ്യമ പ്രവർത്തകരും ചില ഹർത്താൽ വിരോധികളും ഇതിലിടപെട്ടിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ തെറ്റിച്ചത് ചില പോലീസുകാരാണ്. അങ്ങനെ തികച്ച് സമാധാനപരമായി നടത്തിയിരുന്ന ഈ ഹർത്താലിനെ അനുഭാവികളായി നിന്ന പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിന് ചില പോലീസുകാർ പണിയെടുത്തിട്ടുണ്ട്. അപ്പോ അവർക്ക് ഈ കള്ളക്കേസിൽ കുടുക്കി 100ഓളം FIR ഇട്ടിട്ടുണ്ട്. അപ്പോ പുതിയ ഗവൺമെന്റ് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട VD സതീശൻ അവർ നമ്മളുടെ മുഖ്യമന്ത്രി ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദളിത് ഭാഗത്ത് നിന്ന് പറയാനുള്ളത്, കഴിഞ്ഞ കുറെ കാലങ്ങളായി LDFന് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു കൊണ്ടിരുന്ന ഇവിടുത്തെ അടിസ്ഥാന ജനത, ഇവിടുത്തെ ദളിത് വിഭാഗം ഇപ്രാവശ്യം UDFന് ജയിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ UDFന് വോട്ട് കൊടുത്ത് UDFനെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ ഗവൺമെന്റ് മുഖ്യമന്ത്രി ആദ്യമായി നടത്തുന്ന പ്രഖ്യാപനത്തിൽ 28 ദളിത് ഹർത്താൽ ജനകീയ സമരമായിരുന്നു. ഇതിലെടുത്തിട്ടുള്ള അന്യായമായും എടുത്തിട്ടുള്ള 100ഓളം FIRകൾ റദ്ദ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കണം. അത് ആദ്യ പ്രഖ്യാപനത്തിൽ ഗവൺമെന്റ് ഈ പ്രഖ്യാപനം നടത്തണമെന്നാണ് ദളിത് സേന ആവശ്യപ്പെടുന്നത്. അതിവിടുത്തെ ദളിത് മക്കൾ നോക്കിയിരിക്കുക, ആദ്യ പ്രഖ്യാപനത്തിൽ സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുക. ഇപ്പൊ ദളിത് സേനയുടെ ആവശ്യം, ആദ്യ പ്രഖ്യാപനത്തിൽ സർക്കാർ ചെയ്യേണ്ടത് അന്യായമായും ദളിത് പ്രവർത്തകർക്ക് എതിരെ എടുത്തിട്ടുള്ള 100 FIRും ക്യാൻസൽ ചെയ്യണം, അത് റദ്ദ് ചെയ്യണം. ആ സമരത്തിൽ അതിക്രമങ്ങൾ കാണിച്ച, ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തകർക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കുമെതിരെ, അതായത് ചില പോലീസുകാരുണ്ട്, അതേപോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകരുണ്ട്, ചില ഹർത്താൽ വിരോധികളുണ്ട്, ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇത് ദളിത് സേനയുടെ ഡിമാൻഡാണ്, ദളിത് സേന ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ ഈ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദളിത് സേനയുടെ നേതാക്കളിൽ ഒരാൾ, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്, സെൻട്രൽ ക്യാബിനറ്റ് ഫുഡ് മിനിസ്റ്ററാണ്. അപ്പോൾ മിനിസ്റ്റർക്ക് ഞാൻ ലെറ്റർ അയക്കുന്നുണ്ട്, ലെറ്റർ ഇന്ന് അയച്ചിട്ടുണ്ട്. ഈ വിഷയം വേണ്ടി വന്നാൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. കേരള ഗവൺമെന്റ് ന്യായമായ രീതിയിൽ ഇതിന്റെ പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ വിഷയം കേന്ദ്ര പാർലമെന്റിൽ, സെൻട്രൽ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കാനേ പാടില്ല. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് മരണത്തിലേക്ക് നയിക്കുമെന്നുള്ള പ്രതീതി അവരിൽ ജനിപ്പിക്കുക. ഡോക്ടർ അല്ലെങ്കിൽ ഒരു IAS IPS കാരനാവാൻ ഒരു ദളിത് വിഭാഗത്തിലുള്ളവൻ ആഗ്രഹിക്കാൻ പാടില്ല. അവനങ്ങനെ ചിന്ത പോലും വരാൻ പാടില്ല എന്ന് ഒരു എഴുതപ്പെടാത്ത നിയമം ഇവിടുത്തെ വരേണ്യവർഗം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. അതായത് ഉന്നത കുലജാതരെന്ന് പറഞ്ഞ് നടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഉന്നത കുലജാതരെന്ന് പറയുന്നത് രാജവംശം ഉണ്ടായിരുന്നത് ഞങ്ങൾക്കാണ്. പുലയനാർകോട്ട, ആ പേര് തന്നെ വന്നത് എങ്ങനെയാണ്? പുലയനാർകോട്ട രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രാജവംശങ്ങളിലൂടെ നിലനിന്നിരുന്നു. അപ്പോ അതിലെനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ
കഴിഞ്ഞ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ ചില ന്യൂനതകൾ അവർക്ക് സംഭവിച്ച കുറെ പരാജയങ്ങളുണ്ട്. ആ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കുക. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അത് യഥാവിധി വിനിയോഗിക്കണം. അതിൽ നിന്ന് വകമാറ്റി ചിലവഴിച്ചിട്ട് ആ ഫണ്ട് വിനിയോഗിക്കാതിരിക്കുക എന്നുള്ള ഒരു സംഭവം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് ആവർത്തിക്കാതിരിക്കുക. പിന്നെ ഒരു വിഭാഗമുണ്ട് പരിവർത്തിത ക്രൈസ്തവർ. ഏകദേശം 37 ലക്ഷത്തോളം വരുന്ന പരിവർത്തിത ക്രൈസ്തവർക്ക് 1% സംവരണമാണ് നൽകപ്പെടുന്നത്. അപ്പം ഇവിടെ സംഭവിച്ചത് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാരെന്ന് പറഞ്ഞിട്ട് 2.5 ഏക്കർ വസ്തുവുള്ള ആളും പാവപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ഇവിടെ 10% സംവരണം കൊടുത്തിട്ടുണ്ട്. 10% സംവരണം കൊടുത്തപ്പോഴും ആ സമയവും 1 സെന്റോ 2 സെന്റോ ഭൂമി പോലും ഇല്ലാത്ത ഇവിടത്തെ പരിവർത്തിത ക്രൈസ്തവർ അവഗണന അനുഭവിക്കുക. അവർക്കിന്ന് 1% സംവരണമാണ്. ഇതിൽ നിന്ന് മാറ്റം വരണം. മാറ്റം വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അപ്പോ ഡിമാൻഡ് ഇത്രയുമാണ്. സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യ പ്രഖ്യാപനത്തിൽ തന്നെ ദളിത് ഹർത്താലിൽ സ്വീകരിച്ചിരിക്കുന്ന എഫ്ഐആറുകൾ 100ഓളം പേർക്കെതിരെ അന്യായമായും കേസെടുത്തിട്ടുണ്ട്. ദളിത് മക്കളെ കേസിൽ കുടുക്കി ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ നിയമത്തിന് അനുകൂലമല്ലാത്ത, നിയമത്തിന് വിരുദ്ധമായ ഈ പ്രവൃത്തി അത്യന്തം ഖേദകരമാണ്. അപ്പോൾ ഈ എഫ്ഐആറുകൾ ക്യാൻസൽ ചെയ്യണം, റദ്ദ് ചെയ്യണം. ഇതാണ് ദളിത് ആവശ്യം. അപ്പം ഗവൺമെന്റിന്റെ ഈ പ്രവർത്തികൾ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾക്കും ഇന്ത്യൻ വോയിസ് ന്യൂസ് അവറിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ലാൻഡ്സ്കേപ്പ് മോഡലിൽ ഷൂട്ട് ചെയ്ത് ഇന്ത്യൻ വോയിസിന് അയച്ചു തരിക. നിങ്ങളുടെ പേരുകൾ വെച്ച് തന്നെ ഈ ന്യൂസ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇന്ത്യൻ വോയിസ് ന്യൂസ് അവർ അവസാനിക്കുന്നു. പുതിയ ഒരു വാർത്തയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.